നമ്മളെ വിട്ടുപിരിഞ്ഞ നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലോ? അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊന്നും തന്നെ നടക്കില്ലായിരുന്നു എന്ന് നമ്മൾ ഇന്ന് ലൈഫിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ എടുക്കാതെ വളരെ സന്തോഷകരമായി നമ്മൾ ആഗ്രഹിക്കുന്ന തന്നെ ഒരു ലൈഫ് മറ്റൊരു ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ, ഒരു പാരലൽ യൂണിവേഴ്സിൽ, എങ്കിൽ അതാണ് ക്വാണ്ടം ഇമ്മോർട്ടാലിറ്റി തിയറി പറയുന്നത്. പേര് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ റോഡിലൂടെ വെറുതെ നടന്നു പോകുമ്പോൾ പാഞ്ഞെടുക്കുന്ന ഒരു വാഹനം നമ്മൾ ഇടിക്കാൻ വരുന്നു എന്ന് വിചാരിക്കുക. അവിടെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ തലനാര ഇഴയ്ക്ക് നമ്മൾ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൽ നമ്മുടെ ജീവൻ നഷ്ടമാകാം. എന്നാൽ അപകടം നടക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ യൂണിവേഴ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുകയും നമ്മുടെ ഈ ലോകത്ത് നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടാകാം, നമ്മുടെ ഫാമിലീസും സുഹൃത്തുക്കളെല്ലാം നമ്മളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാകാം. പക്ഷേ മറ്റൊരു യൂണിവേഴ്സിൽ നമ്മൾ ജീവനോടെ സന്തോഷത്തോടെ സാധാരണ ജീവിതം ജീവിക്കുകയായിരിക്കും ഉണ്ടാകുക. ഈ യൂണിവേഴ്സിൽ നമ്മൾ ബ്രേക്കപ്പ് ആയി പോയ എക്സുമായിട്ടായിരിക്കും ചിലപ്പോൾ മറ്റൊരു യൂണിവേഴ്സിൽ കുട്ടികളായിട്ട് ജീവിക്കുന്നുണ്ടാകുക. ഈ ഒരു തിയറി അനുസരിച്ച് നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ പല യൂണിവേഴ്സുകൾ ഉണ്ടാകുകയും ആ യൂണിവേഴ്സിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ലക്ഷക്കണക്കിന് പ്രപഞ്ചങ്ങൾ ഒരേ സമയത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു യൂണിവേഴ്സിലെ നമ്മൾ ഈ യൂണിവേഴ്സിൽ ഒരേ കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു ഫ്രീക്വൻസി വേരിയേഷൻ ഉണ്ടായിട്ട് നമുക്ക് തേജാവു എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതെന്നാണ് ചിലർ പറയുന്നത്. ക്വാണ്ടം ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത് സയന്റിഫിക്കലി തെളിയിക്കാത്തൊരു തിയറിയാണ്.